കൊന്നു. ഗുരുദാദയെ കൊന്നു. ആര്? എപ്പോ? ഇന്നലെ രാത്രി. ആരാണെന്നറിയില്ല. വെട്ടിയാ കൊന്നത്. അബു കണ്ടോ? ഇല്ല. അവിടെ പോലീസും ആൾക്കൂട്ടവും ആകെ ബഹളവും. ഇനി അതിന്റെയൊക്കെ പുറകെ നിങ്ങളൊന്നും പോയി ചാടല്ലേ. ഹോ, ആദ്യമായിട്ടാണ് അബു ഒരു മരണവാർത്ത കേട്ട് ആശ്വസിക്കുന്നത്. വിഷ്ണു, വിഷ്ണു, ഗുരുദാദയെ കൊന്നടാ. ഗുരുവിനെ കൊന്നെന്ന് ആരോ വെട്ടിക്കൊന്നു. നിനക്കെന്താ സുഖമില്ലേ? ജെയിംസേ, ജെയിംസേ, എടാ ഗുരുവിനെ കൊന്നടാ. എന്തിന്? എന്തിനെന്നോ? എന്തിന്? നിന്നോടൊക്കെ ഒരു കാര്യം പറയാൻ വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. കൊന്നയാളിനെ പിടികിട്ടിയില്ലളിയാ. ആരാണോ എന്തോ? ഞാനോ മറ്റോ ആയിരിക്കും. തമാശിച്ച് തമാശിച്ച് പോലീസ് ചോദിക്കുമ്പോൾ ഇത് തന്നെ പറയണം. മന്നവാ, ഗുരുദാദ എങ്ങനെ കൊന്നെന്നാ പറഞ്ഞത്? കൊന്നതല്ല, ചത്തതാ. എങ്ങനെ? അരയടി വെള്ളത്തിൽ മുങ്ങിച്ചത്ത്. തന്നെ? ഓടെ ചേക്ക് നീന്താ അറിഞ്ഞൂടെ? ഓ പൊട്ടൻ. ഓ, ഇന്ന് മുതൽ ചേച്ചിക്ക് നല്ല കാലമാ അല്ലേ മന്നവാ? അയ്യോ തെറ്റി, പോലീസ് കാലമാ. ദിവാകര സാറല്ലേ? ഇലക്ഷൻ ഓഫീസിൽ കാണും. സാർ വരുമ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി ക്രൈംബ്രാഞ്ച് ഓഫീസ് വരെ വരണമെന്ന് DSP അദ്ദേഹം പറഞ്ഞു. ഒന്നുമില്ല, ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനാ. ആ ഗുരുദാദ എന്ന് പറഞ്ഞവൻ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതാണല്ലോ. അവന്റെ കൊലക്കേസുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കാനാ. അല്ല, ഇവിടെ 3 വാടകക്കാർ താമസിക്കുന്നില്ലേ? അത് ഞങ്ങളാണ് സാർ. ഒരാൾ മേളിലുണ്ട്, സുഖമില്ലാതെ കിടക്കുക. വിളിച്ചിറക്കണോ? അവന്റെ വീരമല്ലോ കിട്ടിയോ സാർ? ഏവന്റെ? അല്ല, നമ്മുടെ ദാതയുണ്ടല്ലോ, റൗഡി, അദ്ദേഹത്തിനെ കൊന്നവന്റെ. അത് അന്വേഷിച്ചാ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഒരു 10:11 മണിയോടുകൂടി ക്രൈംബ്രാഞ്ച് ഓഫീസ് വരെ വരണം, 3 പേരും കൂടെ. എന്തിനാണ് സാർ? നല്ല നേരം നോക്കി ഒരു ഉമ്മ തരാൻ. ഒന്നും വേണ്ട സാർ. ചുമ്മാ വന്നില്ലെങ്കിൽ വരുത്താൻ അറിയാം. ഇല്ല സാർ, ഞങ്ങൾ വന്നോളാം. ഒന്നുമില്ല, പോലീസിന്റെ ഒരു പതിവ് അന്വേഷണം. പോലീസുകാരെ തല്ലുവല്ലോ ചെയ്യോ ഏട്ടാ? അയ്യേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുക. ഞാൻ നിൽക്കണോ? വേണ്ട വേണ്ട. ഹലോ, നിങ്ങളെ 3 പേരെ അകത്തേക്ക് വിളിക്കുന്നു. ഞാൻ വെളിയിൽ നിൽക്കാം. നീ കൂടാ. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയണം. ആരാ ഗുരുവിനെ കൊന്നത്? ഞങ്ങൾക്കറിയില്ല സാർ. താനും അവനുമായിട്ട് എന്തായിരുന്നു പ്രശ്നം? ദിവാകരേട്ടന്റെ മോളുടെ. ഏത് ദിവാകരേട്ടൻ? ഞങ്ങളുടെ ഹൗസ് ഓണർ. ആ മോളുടെ മുടി വെട്ടിക്കളഞ്ഞ് ഉപദ്രവിക്കുന്ന കണ്ടപ്പോ ഞാൻ പിടിച്ചു മാറ്റി. പിടിച്ചു മാറ്റിയതേ ഉള്ളോ? നിങ്ങൾ തമ്മിൽ അടി നടന്നില്ലേ? നടന്നു. താൻ ആ TV പടം പിടിക്കുന്നിടത്ത് വെച്ച് പിന്നെ അയാൾ അടിച്ചില്ലേ? ഇല്ല സർ, അവർ ഇങ്ങോട്ട് വന്ന് എന്നെ അടിക്കായിരുന്നു. അതോടെ TV-ക്കാര് വിഷ്ണുവിനെ പറഞ്ഞു വിട്ടു. ആഹാ, അപ്പൊ അതായിരുന്നു തനിക്ക് അയാളോടുള്ള വൈരാഗ്യം അല്ലേ? എനിക്കൊരു വൈരാഗ്യമില്ലായിരുന്നു സർ. താനെന്താ വേർക്കുന്നേ? അവന് പനിയായിട്ട് കിടക്കായിരുന്നു സാർ. ആ, വയ്ക്കോ വയ്ക്കോ. എപ്പോ വിളിച്ചാലും 3 പേരും വന്നേക്കണം. ശരി സാർ. അവിടെ ഒപ്പിട്ട് വയ്ക്കോ. കുഞ്ഞേ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാ പിന്നെ എന്തോ ചെയ്യും? ഞാൻ എവിടെയും കൂട്ടി ഇങ്ങി ഇറങ്ങി. എന്നാലും സ്വന്തം ആങ്ങളെ ഇങ്ങനെ ചെയ്തല്ലോ ചേച്ചി. അവരെയൊക്കെ എന്തിനാ പറയുന്നത്? ഇങ്ങനൊക്കെ ഇവിടെ വന്നിരിക്കാനാ വിധി. ജപ്തിയാണെന്നും വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്നും എല്ലാ വിവരവും കാണിച്ച് നേരത്തെ ഞാൻ അവന് എഴുതിയിരുന്നതാ. ഒരു മറുപടി അയക്കണമല്ലോ. ജോലി ശരിയാവാത്തത് കൊണ്ടാ ചേച്ചി. വിഷ്ണുവിന് നിങ്ങളെന്ന് വെച്ച ജീവനാ. ചേട്ടൻ വരെ ഇനിയും താമസിക്കോ ചേച്ചി? താമസിച്ചാലെന്താ? ഇവിടെ അല്ലേ ഇരിക്കുന്നത്? ഇത് നിങ്ങളുടെ വീടാ. അമ്മേ, ചേട്ടൻ. എന്താ അമ്മേ പെട്ടെന്ന്? എന്താ അമ്മേ പെട്ടെന്നോ? ഇറക്കി വിട്ടു. എങ്ങോട്ട് പോകൂടാ ഞാൻ എവിടെയും കൊണ്ട്? എന്തെങ്കിലും ഒരു വിചാരം നിനക്ക് ഞങ്ങളെ പറ്റി ഉണ്ടായിരുന്നെങ്കിൽ. അമ്മേ, ഇങ്ങനൊരു ഗതിയായി പോയല്ലോ ദൈവമേ. വെട്ടി ഞാനും കൊണ്ടുവരാം. അവർ സംസാരിക്കട്ടെ, നമുക്ക് വിട്ടിരിക്കാം. ചേച്ചി, 2 ഗ്ലാസ് എടുത്ത് ഒരു നാരങ്ങ കട്ട്. അയ്യോ, നാരങ്ങ വെള്ളം വേണേ പറഞ്ഞാ പോരെ. നിങ്ങൾ വല്ലതും കഴിച്ചോ? ആ ചേച്ചിയുടെ അവിടുന്ന് കഴിച്ചു. നിനക്ക് സുഖമില്ലേ മോനെ? നീ അങ്ങ് വല്ലാതെ ക്ഷീണിച്ചല്ലോ. കഴിഞ്ഞ തവണ കണ്ടതിന്റെ പാതിയായിട്ടുണ്ട് ചേട്ടൻ. വല്യമ്മാനോട് പോയിരുന്നു അമ്മ? പോയിരുന്നു. പോകാൻ പാടില്ലായിരുന്നെന്ന് ഇപ്പൊ തോന്നുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നപ്പോ ഞാൻ കരഞ്ഞില്ല ചേട്ടാ. വല്യമ്മാവൻ കണ്ട ഭാവം പോലും കാണിച്ചില്ല.
കുറെ കാശ് എങ്ങനെയും ഉണ്ടാക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചതമ്മേ ഞാൻ. നീ ഇപ്പൊ എങ്ങോട്ടും പോകണ്ടല്ലോ. എങ്ങോട്ടും പോകണ്ടെന്നോ? കെട്ടിക്കാൻ പ്രായമായ ഒരു പെങ്ങളാണ് എന്റെ മുമ്പ് നിൽക്കുന്നത്. നമ്മളെ വഴിയിലിറക്കി വിട്ടിട്ടല്ലടാ നിന്റെ അച്ഛൻ പോയത്. ഉള്ളതെല്ലാം വിറ്റും പണയം വെച്ച് നിന്നെ പഠിപ്പിച്ചു. നീ പഠിച്ചോ? ഇല്ല. എവക്കൂടെ അവകാശപ്പെട്ട കിടപ്പാടം പോലും ഇല്ലാതാക്കിയില്ലേ നീ? ശരിയാണമ്മേ, സമ്മതിച്ചു. ഒന്നും മനഃപൂർവ്വമായിരുന്നല്ലോ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. കൂടുതൽ കുറ്റങ്ങൾ നിർത്തി ഇപ്പൊ അമ്മ എന്നെ തളർത്തരുത്. എന്തൊക്കെ പറഞ്ഞാലും അമ്മയ്ക്ക് പറയാൻ പറ്റുമോ എനിക്ക് അവളോട് സ്നേഹമില്ലാന്ന്, എനിക്ക് അമ്മയോട് സ്നേഹമില്ലാന്ന്? ഞാൻ കെട്ടിച്ചു വിടും അമ്മ എന്റെ പെങ്ങളെ. നഷ്ടപ്പെട്ടെല്ലാം തിരിച്ചെടുക്കാൻ എനിക്ക് കുറച്ചുകൂടെ സമയം എന്താ? നാളെയാ ചായ. ദാ. അമ്മേ, ഇത് ജെയിംസ്, അത് ഹരികൃഷ്ണൻ. ഞങ്ങൾ ഒന്നിച്ച അമ്മയെ താമസം. കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. അമ്മയെ അറിയാം, പെങ്ങളെ അറിയാം. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് വന്നിരിക്കുക. ഞാൻ എന്ത് ജോലിയാ? നീ ഒന്നും ചെയ്യണ്ട. രാജമ്മ ചേച്ചി എല്ലാം പറഞ്ഞു. ഞങ്ങളെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇവരിവിടെ താമസിക്കുന്നു, രാജമ്മ ചേച്ചിയുടെ കൂടെ. അളിയാ, 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 പറഞ്ഞു മാത്യൂസ് അച്ചായൻ പണി പറ്റിച്ചളഞ്ഞല്ലോ. പോലീസ് അച്ചായനെ അറസ്റ്റ് ചെയ്തു, ദാതെ കൊന്നതിന്. പോലീസിൽ അയാൾ കുറ്റം ഏറ്റു പറഞ്ഞു. വിശ്വസിക്കാൻ തോന്നുന്നില്ലളിയാ. മതയാനെ മാക്രി വിഴിഞ്ഞതുപോലെ. തെരുവിലെ ഏറ്റവും വലിയ അഗ്രഹാരം. ഇപ്പോ അമ്മ തനിയെത്താൻ അങ്കേരിക്ക്. പിന്നെ അടുത്ത വീട്ടിലെ പാർട്ടി വന്ന് ചിന്ന ചിന്ന ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കും. നിറയെ റൂമും പൊരുളൊക്കെ ഇരിക്ക്. ഇപ്പോ 2 റൂമേ യൂസ് ചെയ്യുന്നുള്ളൂ, അമ്മാവുടെയും എന്നുടെയും. അപ്പാവിരുന്ന കാലത്തിലെ പെരിയ പെരിയ മ്യൂസീഷ്യൻസ് ഒക്കെ വന്ന് താമസിച്ചിട്ടുണ്ട്. മോൻ വീട്ടിലേക്ക് പോകാറുണ്ടോ? പിന്നെ എല്ലാ മാസവും പോകും. ഓ, അങ്ങോട്ട് പോകുമ്പോ വലിയ സന്തോഷമാണ്. 2 നാൾ പോകുന്ന അറിയേയില്ല. തിരുമ്പി വരുന്ന കാര്യം ആലോചിക്കുമ്പോഴാ നട വരെ കൂടെ വരും. പിന്നെ കരച്ചില്ല അമ്മ. അയ്യോ പാവം. ദേവി നിന്ന് കരയുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഇവിടെ വന്നാ പിന്നെ 2 ദിവസം അപ്സെറ്റാ. എന്താ ഹരി അപ്സെറ്റ് എന്ന് പറഞ്ഞത്? അല്ല, ഞാൻ വീട്ടിലെ കാര്യങ്ങൾ പറയായിരുന്നു ഏട്ടാ. ആ, ഇതുവരെ ഇറങ്ങിയോ? നീ വരുന്നോ? നമ്മുടെ മാത്യൂസ് അച്ചായനൊരു ജാമ്യം കിട്ടുമെന്ന് നോക്കണ്ടേ തിവാരേട്ടാ? ജാമ്യം കിട്ടുമെന്ന് തോന്നുന്നില്ല വിഷ്ണു. മാത്രമല്ല, നമ്മൾ ഇപ്പൊ കയറി അതിലൊന്നും തലയിടരുത്. നീ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും കയറി ഇടപെടേണ്ട വിഷ്ണു. ഒരു കുടുംബം വഴിയാതാരാവൂലേ ഹരി? കുടുംബം വഴിയാതോരാവുന്നു. നിന്റെ അമ്മയും പെങ്ങളെ പറ്റി നിനക്ക് ഇത്രത്തോളം വിചാരമില്ലല്ലോ. എന്റെ അമ്മയും മകളെ നീ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരണ്ട. കാണാത്ത മട്ടി നടന്നാ പിന്നെ ചൂണ്ടിക്കാണിക്കുന്നതിൽ എന്താ തെറ്റ്? എന്ത് കണ്ടില്ലെന്ന്? ആരെ കണ്ടില്ലെന്ന് അമ്മ ഈ പറയുന്നത്? എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞോടാ നിനക്ക് ഇതുവരെ? ഞങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഇങ്ങനെ കഴിയണോ? നല്ലവരായതുകൊണ്ട് സ്നേഹത്തോടെ വെച്ച് വിളമ്പുന്നു, വിമിഷ്ടത്തോടെ വരവി ഉണ്ണുന്നത്. ഔദാരിച്ചോറ് ഊട്ടി അല്ലടാ നിന്നെ നിന്റെ അച്ഛൻ വളർത്തിയത്. അങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി. അഭിമാനം വിറ്റ് തിന്ന് ശീലമില്ല കുഞ്ഞെ, അറിയാതെ പറഞ്ഞു പോയതാ. എവിടെ ആരുടെയെങ്കിലും കൈ പിടിച്ച് ഏൽപ്പിച്ചിരുന്നെങ്കിൽ എവിടെങ്കിലും പോയി ഞാൻ ചത്തേനെ. അമ്മേ, ആരും ഇല്ലെന്നോർത്ത് വിഷമിക്കാതിരിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? വിഷ്ണു, ഞാൻ വീട്ടിലേക്കാ. ഞാൻ വീട്ടിലേക്കല്ല. നിനക്കവിടെ പോകേണ്ട കാര്യം എന്താ? അവള് നിന്റെ ആരാ? എല്ലാം ഞാനായിട്ട് വരുത്തി വെച്ച വിനയമേ. ഞാൻ കാല് പിടിച്ചിട്ടാ ഇവന് ടിവിയിൽ അഭിനയിക്കാൻ ഒരു അവസരം ഉണ്ടായി കൊടുത്തത്. അത് അവനായിട്ട് നശിപ്പിച്ചു. അതെ, എല്ലാം ഞാനായിട്ട് ഇല്ലാതാക്കി. ഞാനായിട്ട് എന്റെ അമ്മയും പെങ്ങളെയും വഴിയാധാരമാക്കി. നിന്നെ കൊണ്ട് ചെയ്തു തരാവുന്നൊക്കെ നീ ചെയ്തിരുന്നുണ്ടല്ലോ. വളരെ നന്ദിയുണ്ടടാ, വളരെ നന്ദിയുണ്ട്. തളർന്നു നിൽക്കുന്ന എന്റെ ദേഹത്തല്ലേ നിനക്ക് കയറി ചവിട്ടാൻ പറ്റും. അതെ, ഞാൻ ചവിട്ടി. സഹായഹസ്തം കൊണ്ട് പോയിട്ടുണ്ടായി. മോന്തയ്ക്ക് വാതിലടച്ചില്ലേ അവള്? സാക്ഷിയാകാൻ ക്ഷണിച്ചില്ലല്ലോ സാറിനെ. ഞാൻ വന്നതാ തെറ്റ്. നീ ആ വീട്ടിൽ പോയത് തെറ്റല്ല. ഇതാ ഇവന്റെ കുഴപ്പം. അവൻ പറയുന്നതും ചെയ്യുന്നതും എല്ലാം ശരി. അവനോടുള്ള സ്നേഹം കൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് തെറ്റ്.
ഞാൻ എന്ത് തെറ്റാമ്മ ഇവനോട് ചെയ്തത്? അമ്മ പറ. എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് കുഞ്ഞെ. ഇത് ഞങ്ങളുടെ തലയിലെടുത്ത. അളിയ അളിയ മാത്യൂസ് അച്ചായൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മരിച്ചു. പോലീസുകാർ ഇടിച്ചു കൊന്നതാണോ എന്തോ പാവം. ഈ ശവ ഇവിടെ പെട്രോൾ വെച്ച് കത്തിക്കും. ഞങ്ങളുടെ ഗുരുവിനെ കൊന്നവനായവൻ. തടുക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ തടുക്കടാ. ചൂട്ട് കരിച്ചുകളയും ഞങ്ങള്. തന്തയ്ക്ക് പറഞ്ഞവരാരുണ്ടാ ഇവിടെ? ശവം കരിക്കാൻ വന്നവനാണല്ലേ നീയൊക്കെ? ജീവനോടെ ചുട്ട് കരിച്ചുകളെ ഓടാടുത്തുണ്ട്. ചേച്ചി തന്നയച്ചതാ. അപ്പച്ചന്റെ 7ാം ഓർമ്മ ദിവസമാണ്. അറിയിക്കണമെന്ന് തോന്നി. വരാം. മോൻ വീട്ടിലേക്കാ? അല്ല, പള്ളിയിലേക്കാ. ഞാൻ പൊക്കോട്ടെ. വിഷ്ണു, ഏതാടാ കൊച്ചൻ? എന്റെ ഒരു ഫ്രണ്ടിന് അനിയനാ. ഫ്രണ്ടിന്റെ അനിയനോ? പള്ളിയെന്നും ചേച്ചിയെന്നും ഒക്കെ കേട്ടു. ആളാരാണെന്നും മനസ്സിലായി. പിന്നെ എന്തിനാ ചോദിച്ചത്? പെറ്റുപോയത് കൊണ്ട്, അറിയാനുള്ള ആദ്യം കൊണ്ട്. ഓ, കത്തടപാടമൊക്കെ തുടങ്ങിയോ? എന്നാ പൊറുതി മാറ്റം അങ്ങോട്ട്? കാര്യം അറിയാതെ അമ്മയെ സംസാരിക്കുന്നത്. അമ്മയ്ക്കൊന്നും അറിഞ്ഞുകൂടാ മോനെ, അമ്മയ്ക്കൊന്നും അറിഞ്ഞുകൂടാ. എന്തൊക്കെയോ സംഭവിക്കുന്നു. എന്തിനമ്മേ, എന്തിനാ ചേട്ടനെ എപ്പോഴും ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? ചേട്ടൻ എന്നേ നമ്മളൊരു ശല്യമായി തീർന്നു. വരുമെന്ന് വിചാരിച്ചില്ല, വന്നല്ലോ. പോകാൻ മറ്റൊരു ഇടയില്ല സൂസനെ. വിളിക്കാൻ ആളുമില്ല. പഠിക്കുന്നില്ലേ ജോമൻ? പഠിത്തം നിന്നിരിക്കുക, പഠിപ്പിക്കണം. വിഷ്ണുവേട്ടാ, കയറുന്നില്ലേ? ഇനി ഒരിക്കലാവാം. ആരുമില്ല വിഷ്ണുവേട്ടാ ഞങ്ങൾക്ക്. ഈ സ്നേഹം മനസ്സിലാക്കാതെ അന്ന് ഞാൻ വാതിലടച്ചു പോയി. ഒന്നും തോന്നരുത്. സൂസനയോട് എനിക്ക് നിറഞ്ഞ സ്നേഹമേ ഉള്ളൂ. ഈ വീടിനോട് നിങ്ങളറിയാതെ ഒരു വലിയ കടപ്പാടും ഒക്കെ ഞാൻ പറയാം. ഇനി ഒരിക്കലാവട്ടെ. എന്റെ ചേച്ചി, കള്ളന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ ഈ രാഷ്ട്രീയം. ഇനി ജയിച്ചു വന്നാലും അതുകൊണ്ട് ഒരു തരി സ്വർണ്ണം എന്റെ മോക്ക് ഉണ്ടാക്കിയിടുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അതാ ദിവാകരേട്ടൻ. ഇതാമേ പറഞ്ഞതെല്ലാം ഉണ്ട്. ഇത് മോക്ക്. രാജമ്മ ചേച്ചിക്കൊന്നും ഇല്ലേ ഹരി? ചേച്ചിക്ക് ഇനി എന്തിനാ? വലിയ നേതാവിന്റെ ഭാര്യ. ജയിച്ചാ മന്ത്രി എന്നാ കേൾക്കുന്നേ.
ദിവാരേട്ട മന്ത്രിയായിട്ട് വേണം മന്ത്രിമന്ദിരത്തിൽ ഒരു ദിവസം കഴിയാൻ. മോനെ ഇതിനെല്ലാം കൂടെ എത്ര രൂപയായി? വിഷ്ണു ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നെങ്കിൽ അമ്മ ചോദിക്കൂ. അതുപോലെ അല്ലല്ലോ. അതുപോലെ തന്നെയാ അല്ലേ രാമ ചേച്ചി? എവിടെ ചെന്ന് എത്തുമെന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം. ദാ അമ്മയുടെ കത്തുണ്ട്. 2 വരി രായം ചേച്ചിക്കുള്ളതാ. പ്രിയപ്പെട്ട രാജമ്മയെ അറിയുവാൻ. വീട്ടിലെല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ. ഹരിയെ മകനെ പോലെ നോക്കുന്നതിന്റെ ഐശ്വര്യം നിങ്ങളുടെ കുടുംബത്തിനുണ്ടാവും. അവനെ ഉടനെ തന്നെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കണം. ദൂരെ ഇരിക്കുന്ന പെറ്റമ്മ പറയുന്നതിനേക്കാൾ മുറ്റത്തെ പോറ്റമ്മ പറഞ്ഞാൽ അവൻ അനുസരിക്കും. നല്ലതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ. മുറ്റത്തെ പോറ്റമ്മ പറഞ്ഞാൽ അനുസരിക്കുവോ? ഉത്തരവിട്ടാട്ടെ. ഉടനെ പെണ്ണ് കെട്ടിക്കോണം. ഓ കെട്ടിക്കോളാമേ. ചേട്ടൻ എന്നെ മനസ്സിലായില്ലേ? നിങ്ങളെപ്പോലുള്ളവരെയാ ഇപ്പൊ നാടിന് ആവശ്യം. നാടിന് പോയിട്ട് നായ്ക്ക് പോലും വേണ്ട നീ. ആ അത് തോന്നല. എന്നെ പോലുള്ളവരുടെ ആവേശമാ ചേട്ടാ നിങ്ങളൊക്കെ. തുറന്ന് സംസാരിക്കുക, അന്യായത്തിനെതിരെ പൊട്ടിത്തെറിക്കുക. പേരെന്താ? അന്ന് പറഞ്ഞായിരുന്നു, മറന്നുപോയതാ. ചന്ദ്രമോഹൻ. എന്ത് ചെയ്യുന്നു? ഇടനില തട്ടിപ്പ്. ആർക്കും ഒരു ഉപദ്രവമില്ല. സർക്കാർ ഓഫീസുകളിൽ അനങ്ങാതെ കിടക്കുന്ന ഫയലുകൾ ഞാൻ അനക്കും. അതിന് വല്ലതൊക്കെ കിട്ടും. കിട്ടത്തില്ല, ചോദിച്ചു വാങ്ങിക്കും. കമ്മീഷൻ. സെൽഫ് എംപ്ലോയ്മെന്റ്, സ്വയം കണ്ടെത്തിയ തൊഴിലാ. പണം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, വിവാഹ കമ്പോളത്തിൽ മാർക്കറ്റില്ല. ചേട്ടന്റെ ബ്രാൻഡ്? No, thanks. അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡ് ഒന്നും ഇല്ല. നിനക്ക് കാണാൻ മനസ്സിലായില്ലേ? മാത്യു സച്ചായന്റെ ശവടക്കിന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഇത് ജെയിംസ്. ഞങ്ങൾ ഒരുമിച്ചാ താമസം. ഹലോ, സ്വദേശം കടുത്തുരുത്തിയാ, അമ്പലത്തിനടുത്ത്. ജീവിതകാലം മുഴുവൻ ഒഴിച്ചു കൊടുപ്പ എന്റെ ജോലി. അതിന്റെ പുറകിൽ ഒരു കഥയുണ്ട്. കഥയല്ല, നടന്നതാ. ഞങ്ങളുടെ ഇടവകയിലെ അച്ഛന് സ്ഥലമാറ്റമായി. പുതിയ അച്ഛൻ ചാർജ് എടുക്കുന്നതിനിടയിലാണ് എന്നെ മാമുദിസ മുക്കിയത്. പുതിയ അച്ഛനെത്താൻ താമസിച്ചപ്പോ വെള്ളമടിച്ച് കർത്താവിന് വരെ ആശ്വാസം പകരുന്ന കപ്പ്യാര് ലോഹയിട്ട് എന്നെ മുക്കി. കാണുമ്പോഴൊക്കെ കപ്പ്യാരന്റെ തലയെ കൈവച്ച് അനുഗ്രഹിക്കുമായിരുന്നു. നീ നാടിന് മുഴുവൻ വീഞ്ഞു പകരൂ മകനെ. ആ കപ്പ്യാര് പരിശുദ്ധാത്മാവായിരിക്കണം. അതല്ലേ എനിക്ക് ഗതി വന്നത്. ഇപ്പൊ ബാറിൽ ഒഴിച്ചു കൊടുപ്പ്, വീട്ടിൽ ഒഴിച്ചു കൊടുപ്പ്. കാണുന്നവർക്കൊക്കെ എന്നെ കാണുമ്പം വിളിച്ചൊഴിപ്പിക്കാൻ തോന്നും. അങ്ങനെ ഒരിക്കൽ ഞാൻ ഈ കപ്പി ആർക്കും ഒഴിച്ചു കൊടുത്തു. അതോടെ ഇടപെടിയും തീർന്നു. അത്രയ്ക്കുണ്ട് കൈപുണ്യം. ഇവൻ നല്ലൊരു കത്തിയാണെന്ന് മനസ്സിലായല്ലോ. ഇവന്റെ കൂടെയാണ് എന്റെ താമസം. അപ്പൊ എന്റെ ഒരു ഗതി അറിയാമല്ലോ. അപ്പൊ ശരി, കാണാനേ. ഓക്കെ. ജെയിംസേ, എന്നിട്ട് ഈ പുതിയ അച്ഛൻ ചാർജ് എടുത്ത ശേഷം സംഭവം ഉണ്ടായി. ഞാൻ നാളെയും വരാം. നാളെ വരുമല്ലോ.